ഹായ്, ആറ്റിങ്ങൽ മൾട്ടി ജിം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പരിക്ക് പറ്റാതെ എങ്ങനെ ജിമ്മിൽ കളിക്കാം. മിക്കവാറും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്നവരുടെ ഒരു വലിയ പരാതിയാണ് വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ. അത് ഏറ്റവും കൂടുതൽ പരിക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഷോൾഡറിനും നട്ടലിനുമാണ്. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കി ഇത്തരം പരിക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് മാറി എങ്ങനെ നല്ല നിലയിൽ വ്യായാമം ചെയ്ത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ജിംനേഷ്യങ്ങളിലേക്ക് ഒരു പുതിയ അഡ്മിഷൻ കടന്നു വരുമ്പോൾ വരുന്ന വ്യക്തികൾക്ക് മനസ്സിൻ്റെ അകത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇത്തരം ആവശ്യങ്ങളുമായിട്ടായിരിക്കും ഈ വ്യക്തി ജിമ്മിലേക്ക് കടന്നു വരുന്നത്. ചില മനുഷ്യർക്ക് അമിതമായ ശരീരഭാരമായിരിക്കും, ചിലർക്ക് ശരീരഭാരം വളരെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ശരീരഭാരം ഉയർത്തിക്കൊണ്ടുവരണം. ശരീരഭാരം ഉയർന്ന ആൾക്കാർക്ക് അത് കുറച്ചുകൊണ്ടുവരണം. ഒപ്പം തന്നെ മറ്റു പല അസുഖങ്ങളാണ് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ജിംനേഷ്യങ്ങളിൽ വരാറുണ്ട്. ഇവരൊക്കെ എല്ലാവർക്കും പരിക്കുകളില്ലാതെ എങ്ങനെ വ്യായാമം ചെയ്യാം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ശരിയായ രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസ്. ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലേക്കും ഓക്സിജൻ എത്തണം. ഓക്സിജൻ എത്തിയാൽ മാത്രമേ നമ്മുടെ സെല്ലുകൾ ആവശ്യത്തിനുള്ള പോഷകാഹാരത്തെ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള വാമപ്പ് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശരീരത്തിന് നല്ല എനർജി കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രീത്തിങ് എക്സസൈസാണ്. അപ്പോൾ അതിനുള്ള പരിശീലനം നേടുകയും കൃത്യമായി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ബ്രീത്തിങ് എക്സസൈസ് കൃത്യമായി ചെയ്യണം. നമ്മൾ ജിമ്മിൽ വന്ന പരിക്കുകളില്ലാതെ മറ്റ് കാര്യങ്ങൾ ചെയ്യുവാൻ ആദ്യം ചെയ്യേണ്ടത് ബ്രീത്തിങ് എക്സസൈസാണ്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തുടക്കക്കാരെന്ന നിലയ്ക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് വെച്ച്, സാധാരണ ജിമ്മുകളിൽ 1 കിലോ 2 കിലോ 2.5 കിലോ അങ്ങനെ ചെറിയ വെയിറ്റുകളുണ്ടാകും. ആ വെയിറ്റുകൾ വെച്ചുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ജിമ്മിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും. അതിൽ ട്രെയിനർ എന്തു പറയുന്നോ അത് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. പലപ്പോഴും അവിടെയുള്ള സീനിയർ ആൾക്കാർ മറ്റ് വർക്കൗട്ട് ചെയ്യുന്നവരെല്ലാവരും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. അവർ നിങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കില്ല പറഞ്ഞു തരുന്നത്. അവർ ചെയ്യുന്നതിൻ്റെ ഒരു ടൈപ്പായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതേസമയം ട്രെയിനർ എന്ന് പറഞ്ഞാൽ ആ ജിമ്മിൽ വരുന്ന ഓരോ വ്യക്തികളെയും വിലയിരുത്തി അവർക്ക് ഏത് എക്സസൈസാണ് കൊടുക്കേണ്ടതെന്നും അത് എങ്ങനെ ചെയ്യണമെന്നും അദ്ദേഹം വിലയിരുത്തി അദ്ദേഹം പറഞ്ഞു തരുന്നതിനായിരിക്കും. ഒരു പക്ഷേ നിങ്ങളൊരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് അല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ട്രെയിനർ കിട്ടാൻ വേണ്ടി. അത് എത്ര വെയിറ്റ് ചെയ്താലും ട്രെയിനർ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മറ്റുള്ള സഹപ്രവർത്തകരായ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ട്രെയിനർക്കായി വെയിറ്റ് ചെയ്യുക. ട്രെയിനർ പറയുന്ന പൊസിഷനിൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ആരംഭിക്കുമ്പോൾ 2 പ്രശ്നങ്ങളാണ് നമ്മളെ അഭിമുഖീകരിക്കേണ്ടത്. 2 പ്രശ്നങ്ങൾ. ഒന്നെന്ന് പറയുന്നത് വേദന, രണ്ടാമത് പരിക്ക്. ഈ 2 വിഷയങ്ങളുമാണ് ശരിക്കും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ശരീരവേദന ആരംഭിക്കും. ഈ തുടക്ക ദിവസം തന്നെ കുറച്ചധികം വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ മാനസികമായ ഒരു വ്യഗ്രത കാണിക്കും. ഇതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ ആദ്യം ട്രൈസിന് ചെയ്തായിരിക്കും, ബൈസിന് ചെയ്യുമായിരിക്കും, പിന്നെ പുൾ ഡൗൺ മെഷീൻ ഉണ്ടോ അതിൽ ചെയ്യുമായിരിക്കും. അപ്പോൾ നമുക്കൊരു ആക്രാന്തമായിരിക്കും. നമുക്ക് കിട്ടാത്ത ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലിൽ കയറുക അല്ലെങ്കിൽ ബൊഫയിൽ കയറുന്ന ഒരു ആക്രാന്തമായിരിക്കും നമുക്കുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനർ പറയുന്നതിൽ നിന്ന് വിരുദ്ധമായി മറ്റുള്ളവർ പറയുന്നതൊക്കെ അനുസരിച്ച് നമ്മൾ കുറേയേറെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അസാധ്യമായ മസിൽ പെയിൻ ഉണ്ടാകും. ഈ മസിൽ പെയിൻ കൂടിയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നല്ലൊരു പനിയും വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ മസിൽ പെയിൻ വന്ന് അതിൽ നിന്നുണ്ടാകുന്ന പനിയിൽ നിന്ന് നമുക്ക് 5-6 ദിവസം ജിമ്മ് മുടങ്ങും. ജിമ്മ് മുടങ്ങിയ മാത്രമല്ല, അപ്പോഴായിരിക്കും അമ്മ അല്ലെങ്കിൽ അച്ഛനൊക്കെ ബഹളം വയ്ക്കും, എടാ ജിമ്മിൽ പോയി പനി വന്നില്ലേ, ഇന്ന് ജിമ്മിൽ പോകണ്ട. അപ്പോൾ ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ മസിൽ പെയിൻ വന്ന് നമ്മുടെ ജിമ്മിൽ പോക്ക് മതിയാക്കും. ഈ അവസ്ഥയാണ്
90% ആൾക്കാരിലും കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ട്രെയിനർ പറയുന്നത് മാത്രം ചെയ്യുക. ഇനി ഒരു കൂട്ടരുണ്ട്, വെപ്രാളം കൊണ്ട് കണ്ടതെല്ലാം വലിച്ചുവാരിയെടുത്ത് പരിക്കുണ്ടാക്കും. അത് വർക്കൗട്ട് ചെയ്ത് പരിചയമുള്ള ആൾക്കാർക്കും ഈ പരിക്ക് വരും. അപ്പോൾ പരിക്ക് വരാതെ എങ്ങനെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓരോ ജിമ്മിൽ വരുന്ന വിദ്യാർത്ഥികളുടെയും ആവശ്യം. അതിലവരെങ്ങനെ വിജയിക്കും എന്ന് അടിസ്ഥാനപ്പെടുത്തിയാണ് അവരിത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ മുന്നോട്ടുള്ള യാത്ര ലോകത്ത് 1% ആൾക്കാർ മാത്രമാണ് സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരായിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഏകദേശം 850 കോടി ജനസംഖ്യയുള്ള ഈ രാജ്യത്ത്, ഈ ലോകത്ത് വെറും 1% ആൾക്കാർ മാത്രം വ്യായാമം ചെയ്യുകയും ബാക്കി 99% ആൾക്കാർ ഈ വ്യായാമത്തിന് പുറത്ത് നിൽക്കുകയും ചെയ്യണം. അപ്പോൾ ആ 1% നമ്മൾ എത്തണമെങ്കിൽ ആ 1% എത്താൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം നമുക്കുണ്ടാകുന്ന പരിക്കാണ്. ഈ പരിക്കുകൾ പറ്റാതെ എങ്ങനെ വ്യായാമം ചെയ്യാം, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വാമപ്പ് എക്സസൈസായ ബ്രീത്തിങ് എക്സസൈസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡംബൽ വെച്ചുകൊണ്ടുള്ള വർക്കൗട്ടുകളായിരിക്കണം. കോൺസെൻട്രേഷൻ. ഈ കോൺസെൻട്രേഷൻ വർക്കൗട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ വാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തണം. നമ്മളിപ്പോൾ ഡെൽറ്റോയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഷോൾഡർ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒരേ കണക്ക് ഉള്ള ചിന്തകളിലേക്ക് വരികയും വളരെ ശ്രദ്ധയോടുകൂടി ആ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഷോൾഡർ പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് പരിക്ക് പറ്റില്ല. അതല്ല, നമ്മൾ വലിച്ചു വാരിയിട്ട് മാക്സിമം വേഗതയിൽ മാക്സിമം വെയിറ്റ് കൂട്ടി ചെയ്തിട്ട് പെട്ടെന്ന് പോകാമെന്നുള്ള ഉദ്ദേശത്തോട് വരുമ്പോഴത്തേക്ക് ഡെൽറ്റോയിൽ തീർച്ചയായിട്ടും ഒരു പരിക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ബെഞ്ച് പ്രസ് ചെയ്യുമ്പോഴും നമ്മുടെ ഷോൾഡറിന് പരിക്ക് പറ്റും. അതും ഇതുപോലെ തന്നെ നമ്മൾ ഒരു വെയിറ്റ്, നമ്മൾ തുടക്കക്കാരെന്ന നിലയ്ക്ക് ഒരു വെയിറ്റ് ഒരു 2-3 സെറ്റ് ചെയ്യുകയും റെപ്സ് ചെയ്യുമ്പോൾ പരമാവധി എണ്ണം ചെയ്യുന്നതിൽ നിന്ന് ഒന്ന് കുറച്ചും ചെയ്യണം. ഉദാഹരണത്തിന് നമുക്കൊരു പ്രാവശ്യം 30 റെപ്സ് ചെയ്യാൻ കഴിയും എങ്കിൽ നമ്മൾ ഒരിക്കലും 30 റെപ്സ് ചെയ്യല്ലേ, 28 റെപ്സിൽ നിർത്തണം. ആ 28ൽ നിന്ന് 30ലേക്കുള്ള നമ്മുടെ പ്രയത്നത്തിലാണ് നമുക്കൊരു പരിക്ക് പറ്റുന്നത്. ആ പരിക്കിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ 28ൽ നിർത്തണം. ഒരു 1, 2, 3 മാസം 28ൽ നിർത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 29ലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു പരിക്ക് പറ്റില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ഷമാപൂർവം ഉള്ള വർക്കൗട്ട് കൊണ്ട് മാത്രമേ, നിരന്തരമായ പരിശ്രമം കൊണ്ടും ക്ഷമയോട് കൂടി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു പരിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു മത്സരാർത്ഥിയായിട്ടല്ല നമ്മൾ ജിംനേഷ്യങ്ങളിൽ വരുന്നത്. ജിംനേഷ്യങ്ങളിൽ ഓരോരുത്തരുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് അവരവരുടെ വെയ്റ്റുകൾ ഡിസൈൻ ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും അതനുസരിച്ച് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ 90 കിലോ ബോഡി വെയ്റ്റുള്ള ആൾ 90 കിലോയും 100 കിലോയും 200 കിലോയും അവർ വെയിറ്റ് ചെയ്യും. അതേസമയം 50 കിലോ ബോഡി വെയ്റ്റുള്ള ഒരാൾ ആ 90 കിലോ കാരണമായിട്ട് മത്സരിക്കാൻ എപ്പോൾ ആരംഭിക്കുന്നോ അപ്പോൾ 50 കിലോക്കാരന് പരിക്കിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ വെയിറ്റുകൾ എടുക്കുകയും നിങ്ങൾക്ക് അനുയോജ്യമായ റെപ്സുകൾ തീരുമാനിക്കുകയും ചെയ്യണം. അവിടെയാണ് നിങ്ങൾ ആ 1% എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു കാരണവശാലും പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ക്ഷമയോടുകൂടി സമയമെടുത്ത് വർക്കൗട്ട് ചെയ്യുകയും നിങ്ങളുടെ റെപ്സിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ അതിന് മാസങ്ങളോളം സമയമെടുത്ത് റെപ്സിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു പരിക്ക് പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പരിക്ക് വരുന്നത് നട്ടെല്ലിനാണ്. അത് ഏറ്റവും കൂടുതൽ പരിക്ക് വരുന്നത് സ്ക്വാട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കൃത്യമായി ഡംബൽ സ്ക്വാട്ട് ചെയ്തിട്ട് ശേഷമേ അടുത്ത സ്ക്വാട്ടിങ്ങിലേക്ക് കിടക്കുകയുള്ളൂ, ബാർബൽ സ്ക്വാട്ടിങ്ങിലേക്ക് പോകണം. അതിനാദ്യം ഡംബൽ സ്ക്വാട്ട് കൃത്യമായി ചെയ്യണം. അപ്പോൾ ഡംബൽ സ്ക്വാട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡംബൽ നിങ്ങളുടെ ചെസ്റ്റുമായി ചേർത്ത് തന്നെ വെക്കണം. ചെസ്റ്റുമായി ചേർത്ത് വെച്ച് ഡംബൽ സ്ക്വാട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഡംബൽ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ആ നെഞ്ചോട് ചേർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായി ചെയ്യും. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറി ഡംബൽ മുമ്പോട്ട് വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഡംബൽ സ്ക്വാട്ട് ചെയ്യാൻ പറ്റത്തില്ല. കൃത്യമായ രീതിയിൽ ഡംബൽ സ്ക്വാട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബാർബലിലും കൃത്യമായി സ്ക്വാട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡംബൽ സ്ക്വാട്ട് ചെയ്ത് ശേഷമേ നിങ്ങൾ ബാർബലിലേക്ക് പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ നട്ടിൽ നിന്നുള്ള ആ കംപ്ലയിൻറ്റ് ഒഴിവാക്കാൻ പറ്റും. അതിൽ നിങ്ങൾ റെപ്സ് തീരുമാനിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞക്ക് മാക്സിമം റെപ്സിലേക്ക് പോകാതെ 1, 2, 3 റെപ്സ് താഴെ കൊണ്ട് നിങ്ങൾക്ക് ക്രോസ് അവസാനിപ്പിക്കുകയും പിന്നെ ഘട്ടം ഘട്ടമായി നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ മാക്സിമം റെപ്സിലേക്ക് എത്തുകയും ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ സമാധാനപരവും ശാന്തവും
കൃത്യമായ രീതിയിൽ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പരിക്കുകളില്ലാതെ ദീർഘകാലം ഏകദേശം നിങ്ങളുടെ ജീവിത അവസാനം വരെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുവാനും ഈ ജനസംഖ്യയിൽ 1% മാത്രം വ്യായാമം ചെയ്യുന്ന ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എത്തുവാനും കഴിയും. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഓരോ വർക്കൗട്ടിനിടയ്ക്കുള്ള റെസ്റ്റാണ്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. പലരും സമയമില്ലാതെയാണ് ജിംനേഷ്യങ്ങളിൽ വരുന്നത്. ചിലർക്ക് അരമണിക്കൂർ, 1 മണിക്കൂർ. അപ്പോൾ അവരെല്ലാം വളരെ വേഗതയിൽ ജിംനേഷ്യങ്ങളിൽ വന്ന് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ആ സമയത്താണ് അവർക്ക് ശരിയായ രീതിയിലുള്ള റെസ്റ്റ് കിട്ടാതെ വരും. നമ്മൾ തുടക്കക്കാരെന്ന നിലയ്ക്ക് നമുക്കൊരു വർക്കൗട്ടിന് ഇടയ്ക്ക് ഒരു 2.5 മിനിറ്റെങ്കിലും അവർക്ക് റെസ്റ്റ് ചെയ്യാം. ഒരു വർക്കൗട്ട് കഴിഞ്ഞ് 2-2.5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ആ മസിൽസിൻ്റെ ടൈറ്റ് ആവുന്നത് വീണ്ടും ലൂസായി കിട്ടും. അപ്പോൾ അവർക്ക് വീണ്ടും ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 2-2.5 മിനിറ്റ് ആ തുടക്കക്കാരെന്ന നിലയ്ക്ക് നിങ്ങൾ വർക്കൗട്ടിനിടയ്ക്ക് ഗ്യാപ്പ് കൊടുക്കണം. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ആ ഗ്യാപ്പ് കുറച്ചുകൊണ്ട് വേണം. അപ്പോൾ നിങ്ങൾ മാസങ്ങളോളം ജിമ്മിലേക്ക് പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ഗ്യാപ്പും കുറയ്ക്കണം. കുറച്ച് അവസാനം 1 മിനിറ്റ് ഗ്യാപ്പിലേക്ക് എത്താം. ഇപ്പോൾ നിങ്ങൾ നല്ലതുപോലെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് ഒരു 1-2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പ്രാപ്തരായി വരും. ആ സമയം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ 1 മിനിറ്റ് ഗ്യാപ്പിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗതയിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നല്ല രീതിയിൽ വളരെ നല്ല നിലയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ റെസ്റ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ഒരു 2-2.5 മിനിറ്റ് റെസ്റ്റ്, പിന്നെ ഘട്ടമായി കുറച്ച് 1 മിനിറ്റ് റെസ്റ്റിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ 2 ഗുണങ്ങളാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ. എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാറുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊളസ്ട്രോളായി നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാലിന്യങ്ങൾ. അപ്പം നമ്മുടെ മനസ്സിലും ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാറുണ്ട്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് നടക്കുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളുണ്ട്. ഒരുപാട് അസൂയ, കുശുമ്പ്, വിദ്വേഷം, ഇത്തരം ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും വരാറുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ അന്നു തന്നെ പുറന്തള്ളുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമുക്ക് മാറി ജീവിക്കാൻ പറ്റും. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കൃത്യമായി വ്യായാമം ചെയ്താൽ ലഹരിയിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റും. ഒപ്പം തന്നെ വ്യായാമം ഒരു ലഹരിയായി നമുക്ക് സ്വീകരിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വ്യായാമം ചെയ്ത് ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.